കർണാടകയെ പിടിച്ചുകുലുക്കിയ തുടർ കൊലപാതകത്തിന്റെ കഥ. പോലീസുകാരെ പോലും വട്ടം കറക്കിയ കഥ. തെളിവുകളെല്ലാം ഇട്ടുകൊടുത്തിട്ട് ധൈര്യമുണ്ടേ പിടിക്കടാ എന്ന് പറയുന്നു. സൂപ്പർ ക്രൈം ത്രില്ലർ മൂവിയാണ്. ശിവാന്റെ തെരുക്കുകൾ 2 രണ്ടാം ഭാഗമാണ് ഈ സിനിമ. കഥയുടെ തുടക്കം എസ്.ഐ ശിവാജി കടന്നുറങ്ങുകയായിരുന്നു. ഭാര്യ ബർത്ത്ഡേ ആയതുകൊണ്ട് അവനെ വിഷ് ചെയ്യുന്നു. ആരോ ഒരാൾ അവളെ തലക്കടിക്കുന്നു. പെട്ടെന്ന് അവൻ പേടിച്ചെഴുന്നേൽക്കുന്നു. ഇത് കണ്ടത് സ്വപ്നമായിരുന്നു. അവന്റെ ഭാര്യ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയതാണ്. ഈ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം മറക്കാൻ വേണ്ടി ചില മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ട്. അവൻ മരുന്ന് തീർന്നുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് കാറിൽ പോകുകയായിരുന്നു. ആ സമയത്താണ് ഒരു അമ്മയും കുഞ്ഞും അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ പോലീസുകാരനല്ലേ? നിങ്ങളെ കാണാൻ പറ്റിയത് നന്നായി. അവൻ പറയാണ്, നിങ്ങളെ എനിക്ക് അറിയത്തില്ലല്ലോ, നിങ്ങൾക്ക് എന്താ ആവശ്യം? ചേട്ടാ, എന്റെ മോളെ രക്ഷിക്കുവോ? നിങ്ങളുടെ ഭാര്യയില്ലേ? മൈസൂരിൽ വെച്ച് എനിക്ക് അവളെ അറിയാമായിരുന്നു. ഇത്രയും പറയുമ്പോൾ അവളെ ഭാര്യയെ കാണുന്നത് പോലെ അവന് തോന്നുകയാണ്. ഇനി ഇവിടെ നിന്ന് തന്നെ രക്ഷയില്ല. മരുന്ന് കഴിച്ചില്ലെങ്കിൽ വീണ്ടും അവന് വല്ലാതാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിക്കുകയാണ്. കടയിലെ ആ പുള്ളിയോട് ചോദിക്കുകയാണ്, അവിടെ ആരെങ്കിലും കാണുന്നുണ്ടോന്ന്. അവിടെ ആരുമില്ലെന്ന് പറയാണ്. പെട്ടെന്ന് അവൻ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. കാറിന്ന് ഒരു സൗണ്ട് കേൾക്കും. അവൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവനെ കാണാൻ വേണ്ടി വന്ന ആ പെണ്ണിനെ ആരോ വണ്ടി ഇടിച്ചിരിക്കുന്നു. അവൾ പറയാണ്, എന്റെ മോളെ രക്ഷിക്കണമെന്ന്. അയാളാണെങ്കിൽ അവരുടെ മോളെ എല്ലായിടത്തും നോക്കി, പക്ഷെ കാണുന്നില്ല. പെട്ടെന്നാണ് ഹീറോയ്ക്ക് അവൾ ആരാണെന്ന് ഓർമ്മ വന്നത്. കുറച്ചുനാൾക്ക് മുമ്പ് മൈസൂരിലുള്ള ഓർഫനേജിൽ വെച്ചാണ് അവളെ കണ്ടിരുന്നത്. ഹീറോയും ഭാര്യയും ഓർഫനേജിന് വേണ്ടിയുള്ള പൈസ കൊടുക്കാൻ പോയപ്പോഴാണ് അവരെ അന്ന് കണ്ടത്. ഹീറോയുടെ ഭാര്യ പറയാണ്, നമുക്കൊരു കുഞ്ഞുണ്ടല്ലോ, എങ്കിലും ഓർഫനേജിൽ നിന്ന് നമുക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്താലോ എന്ന് പറയുന്നു. തിരിച്ചവൻ പഴയ കാര്യത്തിലേക്ക് വരുന്നു. മറ്റേ ആ പെണ്ണിനെ വണ്ടി അടിച്ചില്ലേ, അവരുടെ മോളെ നോക്കിക്കോണമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊച്ചിനെ അവൻ ദത്തെടുക്കുവാൻ തീരുമാനിക്കുന്നു. ഹീറോ ആ കുട്ടിക്ക് വേണ്ടി അവിടെ എല്ലാം നോക്കുകയാണ്. എന്നാൽ കാണുന്നില്ല. തിരിച്ച് അവൻ വണ്ടിയിൽ കയറാൻ വരുമ്പോഴാണ് ആ വണ്ടിയിൽ ആ കുട്ടിയെ കാണുന്നത്. കുട്ടിയുടെ അമ്മയെ ആശുപത്രിയിലാക്കി ആ കുട്ടിയുമായി അവൻ വീട്ടിലേക്ക് പോന്നു. ഹീറോ ആ കുട്ടിയെ വളർത്താനായി തുടങ്ങി. അവന് സങ്കടങ്ങളെല്ലാം മാറ്റി അവന് സന്തോഷമേകിയത് ആ കുട്ടിയായിരുന്നു. എന്റെ മോൾ ചുക്കിയുടെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ സാധിച്ചു കൊടുത്തിരുന്നു. അവളുടെ അമ്മ മരിച്ചുപോയ സങ്കടമൊന്നും അവളെ അറിയിച്ചില്ല. കുറച്ചു കുട്ടികൾ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താഴെ നോക്കിയപ്പോൾ ഒരു കുട്ടിയെ ക്രൂരമായി കൊന്നിട്ട് അവളുടെ തല മാത്രം വെട്ടി മണ്ണിൽ കുഴിച്ച നിലയിൽ കണ്ടു. അത് കണ്ട് അവർ പോലീസിൽ വിളിച്ചു പറഞ്ഞു. ഒറ്റ മകളായിരുന്ന അവരുടെ അമ്മയ്ക്ക് അത് കണ്ടിട്ട് സഹിക്കാനായില്ല. എന്റെ മോളോട് ഈ ചതി ചെയ്തത് ഏത് ക്രൂരനാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുവാനായി തുടങ്ങി. അടുത്ത സീനിൽ ഹീറോ ഒരു ടേബിളിൽ തല ചായ്ച്ച് കിടക്കുകയായിരുന്നു. ഒരാൾ വന്ന് വിളിച്ചിട്ട്, നിങ്ങൾ ശിവാജി അല്ലേ? നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. പ്രതാപ് പറയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്തിനാ ഈ പുസ്തകം വായിക്കുന്നതെന്ന് ചോദിക്കുന്നു. എനിക്ക് കുറേ സങ്കടങ്ങളുണ്ടായിരുന്നു. അത് മറക്കുവാനാണ് ഞാൻ ഇപ്പോൾ ഈ പുസ്തകം വായിക്കുന്നത്. നേരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നമ്പർ കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. അടുത്ത സീനില് മോള് ചുക്കിയാണെങ്കിൽ ഒരു ഡയറി വായിക്കുവാനായി ശ്രമിക്കുമ്പോൾ അച്ഛൻ വന്നിട്ട് അത് പിടിച്ചു വാങ്ങുന്നു. അവളുടെ അമ്മ മരിച്ചതിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ടായിരുന്നു. അത് അവൾ കാണാതിരിക്കാനാണ് പിടിച്ചു വാങ്ങിയത്. നീ എന്തിനാണ് ആ ഡയറി നോക്കിയത്? ഇനി അത് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എടുത്ത് മാറ്റി വെക്കുന്നു. ചുക്കിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു പോലീസുകാരൻ വരികയാണ്. സാർ എന്താ ജോലിക്ക് വരാഞ്ഞത്? ഞാൻ വരാഞ്ഞത് എനിക്ക് ലീവ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് വരാഞ്ഞത്. അപ്പോൾ ചുക്കി പറയുകയാണ്, എനിക്ക് ബർത്ത്ഡേ വരാൻ പോകും, അതുകൊണ്ട് അച്ഛനെ എങ്ങും വിടത്തില്ലെന്ന്. പോലീസുകാരൻ പറയുകയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. എസ്.പി പറഞ്ഞ കാര്യം അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നു. അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. നിധി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണാതായി പോയി. അതുമാത്രമല്ല, അവളുടെ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിരുന്നു. ശിവാജി സാറെ, എന്നെ രക്ഷിക്കണമെന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. ഹീറോ പറയുവാണ്, എനിക്ക് ആ കുട്ടിയെ അറിയത്തില്ലായിരുന്നല്ലോ, പിന്നെന്തിനാ എനിക്ക് മെസ്സേജ് വന്നത്? അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, പക്ഷേങ്കിൽ നിങ്ങളാണ് ഈ കേസ് നോക്കേണ്ടത്. ആ പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനോട് ചോദിക്കുന്നു, എത്ര നാളായി ആ കുട്ടിയെ കാണാതായി പോയിട്ട്? 3 ദിവസമായെന്ന് പറയുകയാണ്. 3 ദിവസമോ? ഇപ്പോഴാണ് പരാതി തരുന്നത്. ഞാൻ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ കാര്യം കൂടുതലൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അറിയില്ലായിരുന്നു. അവൾ ഹോസ്റ്റലിൽ വെച്ചാണ് അവളെ കാണാതെ പോയത്. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതാ ഞാൻ പരാതി തന്നതെന്ന് പറയുന്നു. ഈ കേസ് അന്വേഷിക്കണമെന്നോ ഹീറോ ഇങ്ങനെ
ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ ഭാര്യ വരുന്നതായി തോന്നുന്നു. ഭാര്യ പറയുന്നു, ഈ കേസ് നിങ്ങൾ തന്നെ നോക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഹീറോ നോക്കുകയാണ്. അതിനായിട്ട് ജീപ്പിൽ പോവുകയാണ്. ചുക്കി വിളിക്കുകയാണ്, അച്ഛൻ ബർത്ത്ഡേക്ക് വരത്തില്ലല്ലേ, ഞാൻ പിണക്കമായെന്ന് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, മോളെ പിണങ്ങല്ലേ, നിനക്ക് വരുമ്പോൾ നിനക്ക് പാവക്കുട്ടിയെ മേടിച്ചു തരാം. എനിക്ക് വേണ്ട, നിനക്ക് പിന്നെ എന്താ വേണ്ട, എനിക്കൊന്നും വേണ്ട. നീ അന്ന് വായിക്കാൻ നോക്കിയ ഒരു ഡയറി ഇല്ലായിരുന്നോ, അതിനകത്ത് കഥ പറഞ്ഞു തരാമെന്ന് പറയുന്നു. അപ്പോൾ ചുക്കി പറയണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴാണ് അവളുടെ പിണക്കം മാറിയത്. അപ്പോൾ ഹീറോ കൂടെയുള്ള പോലീസുകാരനോട് പറയാണ്, എത്ര ഭാര്യമാരെ വേണേലും നോക്കാം, പക്ഷേ കുട്ടികളെ നോക്കാൻ എന്ത് പാടാന്ന് പറയാണ്. അപ്പോൾ കൂടെയുള്ള പോലീസുകാരൻ പറയാണ്, അത് ശരിയാ, എനിക്കുമുണ്ട് 2 പേര്. ആ 2 കുട്ടികളുണ്ടോ? ഇല്ല. 2 ഭാര്യമാരുണ്ടോ? ഇല്ല. പിന്നെ ആരാ? എനിക്ക് 2 കാമുകിമാരുണ്ട്, അവരെ തന്നെ നോക്കാൻ ഭയങ്കര പാടാന്ന് പറയുന്നു. നിധിയുടെ കുറച്ച് വീഡിയോസുകൾ കിട്ടുകയാണ് ഹീറോയ്ക്ക്. ഹീറോ അത് നോക്കുമ്പോഴാണ് നിധി കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്നാൽ ആ ഫോട്ടോയുടെ പിന്നിൽ വേറൊരുത്തൻ നിധിയെയും ഫോട്ടോ എടുക്കുന്ന കണ്ടു. അപ്പം ഇവൻ തന്നെയായിരിക്കും അവളെ കടത്തിക്കൊണ്ട് പോയത്. നിധിയുടെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, അവൾക്കൊരു കോള് വന്നപ്പോൾ അവൾ കാറിൻ്റെ അടുത്തേക്ക് പോയി, പിന്നെ അവളെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും. അവൾ കാറിൽ കയറി പോകുന്ന വഴികൾ അവർക്ക് മനസ്സിലാവുകയാണ്. എന്നാലോ ഇനി എങ്ങോട്ടേക്ക് പോയെന്ന് അവർക്കറിയില്ല. ഹീറോയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നുണ്ടായിരുന്നല്ലോ നിധി. ആ മെസ്സേജ് നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേട്ടു. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ അവൾ എങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി, ആ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തണമെന്ന് പറയുന്നു. അവസാനം അവർ അവിടേക്ക് ചെല്ലുകയാണ്. അവൾ ചെല്ലുമ്പോൾ നിധിയുടെ കാറ് കിട്ടുകയാണ്. എന്നാൽ അവളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് അവളുടെ മോതിരം കിട്ടുകയാണ്. അതിൽ ബ്ലഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്, അവളെ പരിചയമുള്ള ആരോ വിളിച്ചിട്ടാണ് അവൾ ഇവിടെ വന്നത്. ആ ഏരിയ നോക്കുമ്പോൾ പല സ്ഥലത്തായിട്ട് അവളുടെ ദേഹം ഉടക്കി ചോര വന്ന പാടുകൾ കാണുവാനായി കഴിഞ്ഞിരുന്നു. രാത്രി വരെ അവിടെ നിന്നിട്ടും വേറെ തെളിവുകളൊന്നും കിട്ടിയില്ല. ഇത്ര ഇരുട്ടിയതുകൊണ്ടും അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടും ചുക്കിയെ വിളിക്കുകയാണ് ഹീറോ. ചുക്കിയെ വിളിക്കുമ്പോൾ അവൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പം ദേഷ്യം മാറാൻ ഹീറോ ഒരു കഥ പറയുകയാണ്. അത് ഹീറോയുടെ തന്നെ കഥയായിരുന്നു. ഹീറോ പണ്ട് കല്യാണം കഴിക്കുവാനായി പോയപ്പോൾ അന്ന് വേറൊരു പെണ്ണിനെ കണ്ടിരുന്നു. ആ പെണ്ണിനെ ഹീറോയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. അവിടേക്കൊരു പട്ടിക്കുട്ടി വരികയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി വന്ന് ആ പട്ടിക്കുട്ടിയെ എടുക്കുകയാണ്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുകയാണ്. ആ കല്യാണ പെണ്ണിൻ്റെ കൂട്ടുകാരിയായിരുന്നു അവൾ. അവളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഹീറോ അവളെ സ്നേഹിക്കുകയാണ്. അതിനുശേഷം കല്യാണം കഴിക്കുവാനായി തീരുമാനിച്ചു. എന്നാൽ ഹീറോയുടെ അച്ഛൻ അത് താല്പര്യമില്ലായിരുന്നു. ഹീറോയുടെ അച്ഛൻ അവളോട് പറയാണ്, മേലെ എൻ്റെ മോൻ്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ താഴെ എന്തോ കണ്ടിട്ട് ഞെട്ടുന്നത്. ഉടനെ മോളോട് പറഞ്ഞു, ബാക്കി കഥ പിന്നെ പറയാമെന്ന്. താഴെ നിറച്ച് പുഴുക്കളാണ്. ഈ പുഴുക്കൾ വരുന്നതിൻ്റെ അർത്ഥം എന്നാൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം തിന്നുവാനോ മൃഗങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിന്നുവാനോ വരുന്നതാണ്. ഇതൊരു സൈഡിലേക്ക് പോകുന്നത് കണ്ട് ഹീറോ അതിൻ്റെ പുറകെ പോവുകയാണ്. മരക്കൊമ്പിൽ ചാക്കിൽ മൂടിയതായി ഒരു പെണ്ണിൻ്റെ ബോഡി കിട്ടുകയാണ്. ഹീറോ അത് നോക്കുമ്പോൾ മൃഗീയമായി അതിനെ ശരീരം മൊത്തം കീറിയതായ പാടുകൾ കാണുന്നു. മൃഗീയമായ ഒരു രൂപമാക്കിയിട്ടുണ്ട്. അത് നിധിയാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ അവളുടെ ഫോട്ടോയിലുള്ള അതേ കമ്മലാണ് ഹീറോയ്ക്ക് കിട്ടിയത്. അത് അവൾ തന്നെയാണെന്ന് അവന് മനസ്സിലാകുകയാണ്. ഇത്രയും ക്രൂരമായി കൊന്ന ആദ്യത്തെ കേസാണ് ഞാൻ കാണുന്നതെന്ന് ഹീറോ പറയുന്നു. കോൺസ്റ്റബിളിനോട് പറയുകയാണ്, ഈ മേക്കപ്പ് ബോട്ടിൽ എങ്ങനെ കിട്ടി? ഇത് ആര് കൊണ്ടുവന്നതായിരിക്കും? ഈ നിധി മാത്രമല്ല ഇവിടെ വന്നത്, നിധിയെ കൊല്ലുവാൻ വന്ന ആളുമായിരിക്കുമല്ലോ കൂടെ വന്നത്. എങ്കിൽ നിധിയെ കൊന്നത് ഒരു പെണ്ണായിരിക്കുമോ? ഹീറോ ചിന്തിക്കുകയാണ്, അവളെ എങ്ങനെയായിരിക്കാം കൊന്നത്? ഒരു പക്ഷേ അവളെ പുറകിൽ നിന്ന് പിടിക്കുകയും അവളുടെ കഴുത്തെ ഭാഗത്ത് ഞെക്കുമ്പോഴത്തേക്കിന് അവൾ പെട്ടെന്ന് മയങ്ങി വീഴുകയും ചെയ്യും. അതിനുശേഷം അവളെയാണെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട് അവളുടെ തലഭാഗം മാത്രം വെളിയിലിടും. എന്നിട്ട് അവളുടെ ശരീരത്തേക്ക് എന്തേലും ഉപയോഗിച്ച് കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവളെ ക്രൂരമായി കൊല്ലണമെന്ന് ആഗ്രഹിച്ച ആരുമായിരിക്കാം കൊന്നിട്ടുണ്ടാകുക. നിധിയുടെ വായിൽ നിന്ന് ഒരു പേപ്പർ കിട്ടുകയാണ്. ആ പേപ്പർ നോക്കുമ്പോൾ ആ ഭാഷ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കൂടെയുള്ള കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്, എന്തിനാണ് അവൻ നമുക്ക് വേണ്ടി തെളിവുകൾ നമുക്ക് തരുന്നത്? അപ്പോൾ ഹീറോ പറയുവാണ്, ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അവൻ മിക്കവാറും ആ തെളിവ് ഇട്ടിരിക്കുന്നത്. ഈ പഴയ കന്നഡയിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. ആർക്കെങ്കിലും ഇത് എന്താണെന്ന് മനസ്സിലാകുകയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി അന്വേഷിക്കാമെന്ന് ഹീറോ പറയുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ വിളിക്കുകയാണ്, എൻ്റെ മോള് മരിച്ചു പോയെന്നാൽ ഞാൻ അറിഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എങ്കിലും ഞാൻ അത് സഹിക്കും. എൻ്റെ മോളെ കൊന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം, അവന് തക്കതായ ശിക്ഷ കൊടുക്കണം പറയുമ്പോൾ ഹീറോ പറയുകയാണ്, ഞാൻ എന്തായാലും അവനെ ശിക്ഷിക്കും, എനിക്ക് ഈ കേസ് എന്തായാലും തെളിയിക്കണമെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് ഈ കേസിലേക്ക് ഇറങ്ങുകയാണ്.
അവൾക്ക് വല്ല ശത്രുക്കളുണ്ടാവുമോ? ഇനി അവൾ അച്ഛൻ ടെലിവിഷനിലുള്ളതല്ലേ, മിക്കവാറും വാർത്തകൾ കൊടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അങ്ങനെ വല്ല ശത്രുക്കളുണ്ടോ എന്ന് അറിയില്ലല്ലോ. കോൺസ്റ്റബിൾ വന്നിട്ട് ഹീറോയോട് പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത ആ ഭാഷ ഉടുപ്പിയിലുള്ള ഒരാൾക്ക് അറിയാമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവരവിടെ ചെല്ലുമ്പോൾ അവരുടെ മോളെയും ഇതുപോലെ തന്നെ കൊന്നിട്ടുണ്ടായിരുന്നു. അവർ പറയാണ്, എനിക്കൊരു ഒറ്റ മോളായിരുന്നു ഉണ്ടായിരുന്നതും അവളെ ഇതുപോലെയാണ് കൊന്നത്, നമ്മുടെ കഥയിൽ ആദ്യ ഭാഗത്ത് കാണിച്ചിരുന്നു. ഹീറോ അത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു. ഹീറോ പറയാണ്, ഇനി ഒറ്റ മക്കൾ മാത്രമുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ചാണോ ഈ ക്രൈം ചെയ്യുന്നത് എന്ന് ഹീറോ തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾക്കല്ലേ ഈ ഭാഷ മനസ്സിലാകുമെന്ന് പറഞ്ഞത്? അപ്പോൾ അവർ പറയാണ്, എൻ്റെ മോളുടെ വായിലും ഇതുപോലെ തന്നെ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. ആ ലെറ്റർ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ എഴുതിയേക്കുന്നു. അപ്പോൾ ഈ രണ്ട് കൊലപാതകം ചെയ്ത ഒരാളാണെന്ന് മനസ്സിലാകുകയാണ്. ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ നോക്കിയാണ് കൂടെ വേറൊരു പെൺകുട്ടിയും കൂടെ നിൽക്കുന്നത് കാണുകയാണ്. ഇനി ഈ പെൺകുട്ടിയാണോ അവളെ കൊന്നത് എന്ന് ഹീറോയ്ക്ക് സംശയം വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള എല്ലാ അഡ്രസ്സും നീ അന്വേഷിക്കണമെന്ന് ആ കൂടെയുള്ള പോലീസുകാരനോട് പറയുന്നു. അപ്പോൾ അവളുടെ അമ്മയോട് ചോദിക്കുകയാണ്, അവളുടെ ഫോൺ ഒന്ന് തരാമോ എന്ന്. അവളുടെ ഫോൺ കാണാതെ പോയെന്ന് പറയുകയാണ്. അവൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഫോൺ കാണാതായി പോയേക്കുന്നു. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്, നിധി എന്ന ആ പെൺകുട്ടിയുടെ ഫോണും ഇതുപോലെ തന്നെ കാണാതായി പോയി. എങ്കിൽ ആ രണ്ട് ഫോണും ആ ക്രൈം ചെയ്ത ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. കോൺസ്റ്റബിൾ പറയാണ്, അവളുടെ കൂട്ടുകാരിയെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലേ, അവളുടെ പേര് പൂജ എന്നാണ്. ആ പെണ്ണ് അവളുടെ സ്കൂൾ ഫ്രണ്ടും കോളേജ് ഫ്രണ്ടുമാണ്. എന്നാൽ അവളുടെ ഫോട്ടോസും ബാക്കി ഡീറ്റെയിൽസും കൂടെ കണ്ടുപിടിക്കണമെന്ന് ഹീറോ പറയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ പറയാണ്, അന്ന് നമുക്ക് അവിടെ വെച്ച് കിട്ടിയ ആ മേക്കപ്പ് സെറ്റില്ലേ, അതേ സാധനമാണ് ഇവൾ ഉപയോഗിക്കുന്നത്, ഇവൾ തന്നെയായിരിക്കാം ആ കൊലപാതകം ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, എന്നാൽ ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കണ്ടെത്തണം, അതുമാത്രമല്ല കാണാതെ പോയ നീതിയുടെ ഫോണും കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. അവളുടെ ഫോൺ നമ്പർ വാച്ച് ചെയ്യാൻ നോക്കി, എങ്കിൽ കിട്ടുന്നില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ പറയാണ്, നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ കില്ലറിനെയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അവൻ്റെ നമ്പർ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. അവൻ നേരെ മാഡത്തെ കാണുവാനായി അങ്ങോട്ടേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് കുറേ പത്രക്കാരും ടി വിക്കാരും വരുന്നത്. അവർ ചോദിക്കുകയാണ്, ഇതുപോലെ വേറെയും പെൺകുട്ടികൾ മരിക്കുവാനായി പോവുകയാണോ, അവരെയൊക്കെ രക്ഷിക്കാൻ പറ്റുമോ, ഈ കേസ് എങ്ങനെയും തെളിയിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഹീറോ പറയാണ്, നിങ്ങളിവിടെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മാഡത്തെ പോയി കാണുകയാണ്. ACP സാറിനും മാഡത്തിനും എനിക്കും കുറച്ച് പോലീസുകാർക്ക് മാത്രമാണല്ലോ ഈ കേസിനെ പറ്റി അറിയുന്നത്, പിന്നെ എങ്ങനെ ഈ മീഡിയക്കാർക്ക് ഈ കാര്യം അറിഞ്ഞതെന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കാം മീഡിയക്കാരോട് പറഞ്ഞത്. ഹീറോ വിചാരിക്കുകയാണ്, ഒരു പെണ്ണല്ലേ കൊലപാതകി, ഇനി DCP ആണോ ഇവരാണോ എന്ന് ഹീറോ ഇങ്ങനെ സംശയിക്കുകയാണ്. മാഡം ചോദിക്കുകയാണ്, അപ്പോൾ ഈ കേസിനെ പറ്റി വല്ല തുമ്പുകളായോ എന്ന്. അപ്പോൾ ഹീറോ പറയുന്നു, എനിക്ക് ഈ കേസ് എങ്ങനെയും ഞാൻ തെളിയിക്കും, അവളെ ഞാൻ എങ്ങനെയും കണ്ടെത്തുമെന്ന് പറയാണ്. അപ്പോൾ അന്ന് നിനക്ക് ഒരു മെസ്സേജ് വന്നില്ലേ, അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയും, എന്നെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും, അത് ഞാൻ കണ്ടെത്തുമെന്ന് പറയുന്നു. ആ സമയത്താണ് ഹീറോയുടെ പേര് ഡെലിവറി ചെയ്ത ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്. ഹീറോ പറയാണ്, ഈ സാധനമൊന്നും ഞാൻ ഓർഡർ ചെയ്തില്ലല്ലോ, പക്ഷെ നിങ്ങളുടെ പേരിലാണ് വന്നെന്ന് പറയുന്നത്. ഹീറോ അത് നോക്കുമ്പോഴോ അതിനകത്ത് ഒരു ക്യാമറയായിരുന്നു, അതിലൊരു വോയിസ് ഉണ്ടായിരുന്നു, അത് ആ കൊലപാതകം ചെയ്ത ആളായിരുന്നു. ഞാൻ മൂന്നാമതായിട്ട് ഒരാളെ കൊല്ലുവാനായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റൂം കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വന്ന് കണ്ടുപിടിക്കാനായി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ACP ചോദിക്കണം, അതാരാണ് അവൻ, ആരാണ് ഈ ഇത് കൊണ്ട് തന്നത്? നോക്കുമ്പോൾ CCTV പോലും അതാരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലുമാണോ ഈ ക്രൈമുകൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ആ വീഡിയോയ്ക്കകത്ത് കാണിച്ച ആ മുറി ഉണ്ടല്ലോ, അത് എവിടെയാണെന്ന് പരിശോധിക്കണമെന്ന് ഹീറോ തീരുമാനിക്കുന്നു. അപ്പോൾ കൂടെ ഒരുത്തനെ വിളിക്കുകയാണ്. ഇവനോട് പറയാണ്, നിനക്ക് എങ്ങനെയും ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന്. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും സാറേ, നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് എടുക്കുന്നു. ഈ സ്ഥലം എവിടെയാണ്, ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഏത് ഫോട്ടോ എടുത്താലും അതിൻ്റെ വിവരങ്ങളില്ല അറിയാൻ പറ്റുമെന്ന് ഇവൻ പറയുന്നു. അതിൻ്റെ ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോഴോ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ലാൻഡ് ലൈൻ ഫോണുകൾ കാണുമ്പോൾ ഹീറോയ്ക്ക് സംശയം വരുന്നു, ഇതൊരു ഹോട്ടലാണ്, ഈ ഹോട്ടലിൽ വെച്ച് തന്നെയായിരിക്കും അവൻ അടുത്ത പ്ലാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അവനോട് പറയാണ്, നീ എങ്ങനെയും ഈ ഹോട്ടൽ ഇതുപോലത്തെ ഉണ്ടോ എന്ന് നോക്കാൻ. അവൻ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ഹോട്ടൽ ഇതുപോലത്തെ കാണുന്നു. ഹീറോ പോലീസിനോട് വിളിച്ച് പറയുകയാണ്, ആരെങ്കിലും ഫോൺ കാണാതെ പോയെന്ന് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പരിശോധിക്കണമെന്ന് പറയുന്നു. ഈ ക്രൈം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഫോൺ ഇവൻ തട്ടിയെടുക്കും. ഓൾറെഡി അങ്ങനെ ആരുടെയും ഫോൺ തട്ടിയെടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണമെന്ന് ഹീറോ പറയുന്നു. അവർ അവസാനം ആ ഹോട്ടൽ കണ്ടെത്തുകയാണ്. ആ ഹോട്ടലിൽ ചെയ്യുമ്പോൾ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു, അവനാണെങ്കിൽ അവൻ വെക്കേറ്റ് ചെയ്ത് പോയെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, മിക്കവാറും അവൻ അവിടെ വന്ന്
വീഡിയോ എടുത്തതിന് ശേഷം അവൻ അവിടുന്ന് പോയിട്ടുണ്ടാകാം. അവിടേക്ക് മീഡിയക്കാർ വരികയാണ്. അവർ പറയുകയാണ് 12 മണിയാകുമ്പോൾ ഒരു കൊലപാതകം നടക്കുമെന്ന് വിളിച്ചു പറഞ്ഞല്ലോ, നിങ്ങളിൽ ആരാ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയാണ് ഈ സമയം നോക്കുമ്പോൾ 11:45 മിക്കവാറും 12 ആകുമ്പോൾ ആരെങ്കിലും അവൻ കൊലപാതകം ചെയ്യും. പെട്ടെന്ന് ആ മുറിയിൽ ചെന്ന് അവൻ എല്ലായിടും പരിശോധിക്കുകയാണ്. ഇവരവിടെ പരിശോധിക്കുമ്പോൾ ഒരു ഫോണിൽ ബെല്ലടിക്കുന്നതായി കാണും. അവിടെ ശിവാജി സാറേ എന്നെ രക്ഷിക്കണമെന്നായിരുന്നു ആ കോള് വന്നത്. ആ കോൾ ഓണാക്കല്ലേ എന്ന് അവരോട് പറഞ്ഞെങ്കിൽ ആ പോലീസുകാരത് ഓണാക്കി. പെട്ടെന്ന് തന്നെ അവിടെ പൊട്ടിത്തെറിക്കും. അവിടെ മരിക്കുന്നത് SI ആയിരുന്നു. SIയെ കൊല്ലുവാനായിരുന്നു ആ കൊലയാളി പ്ലാൻ ചെയ്തിരുന്നത്. ഹീറോയെ ആ വില്ലൻ വിളിക്കുകയാണ്. അവൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, ധൈര്യമുണ്ട് എന്നെ കണ്ടുപിടിക്കും, ഞാൻ ഇനിയും കുറേ കൊലപാതകങ്ങൾ ചെയ്യുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നു. ഹീറോയാണ് അവനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഹീറോയുടെ മുന്നിൽ ഹീറോയുടെ ഭാര്യ വരികയാണ്. ഭാര്യ പറയുകയാണ് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ് അവൻ ഒരുപക്ഷെ കൊല്ലുന്നത് പെൺകുട്ടികളെയാണ്, 2 പെൺകുട്ടികളെയാണ് അവൻ കൊന്നത്. എന്നാൽ അവൻ ഇപ്പം കൊന്നിരിക്കുന്നത് SIയെയാണ്. അവൻ ഒരു ആണായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. അവനെ കൊല്ലണമെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകാം. ഒരു പക്ഷേ അവൻ്റെ പാറ്റേൺ തെറ്റിപ്പോയോ എന്ന് ഭാര്യ ചോദിക്കുന്ന പോലെ അവന് തോന്നുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ് ഇല്ല, ഒരു പക്ഷേ അവന് വേറെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടാകാം. ഇവരെല്ലാം കൊല്ലണമെങ്കിൽ അവൻ വേറെ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഭാര്യ പറയുകയാണ് അവൻ വേറെ 2 പേരെ കൊല്ലാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഹീറോ പറയുകയാണ് എന്തായാലും അതിന് ഞാൻ അവനെ സമ്മതിക്കില്ല, അതിനു മുമ്പ് അവനെ ഞാൻ കണ്ടെത്തും. അടുത്തത് കൊല്ലാൻ പോകുന്നത് ആരാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുകയാണ്. ഡബ്ബിങ് ചെയ്യുന്ന ഒരുത്തിയാണെന്ന് മനസ്സിലാകുന്നു. അത് ആരാണെന്ന് കണ്ടുപിടിക്കാനായി പോലീസുകാരെല്ലാം പരിശോധിക്കുമ്പോഴോ അവളുടെ ഫോട്ടോ കണ്ട് ഹീറോ ഞെട്ടുകയാണ്. അത് വേറെ ആരുമല്ല, ഹീറോയുടെ അച്ഛൻ അവളെ കല്യാണം കഴിക്കുവാനായി നേരത്തെ ആലോചിച്ചിരുന്ന ഒരു പെണ്ണില്ല, അവളായിരുന്നു. അവളുടെ ഫോട്ടോ കാണുമ്പോൾ ഹീറോ ഞെട്ടുന്നു. ഇനിയും സമയമില്ല, അവളെ എങ്ങനെയും രക്ഷിക്കണം. ഹീറോയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്. അത് നോക്കിയപ്പോഴത്തേക്ക് ശിവാജി സാറേ എന്നെ രക്ഷിക്കണം, ഞാൻ ഇപ്പോൾ മരിക്കാൻ പോവുകയാണ്, ശിവാജി സാറെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ആയിരുന്നു. ആ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോഴത്തേക്കിന് ഹീറോയ്ക്ക് മനസ്സിലാകും അവരിപ്പോൾ ട്രെയിനിലാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നു. ആ മെസ്സേജിൻ്റെ ഉറവിടം കണ്ടെത്തിയപ്പോൾ അവർ മൈസൂർ ഭാഗത്താണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നു. അവിടെ അവർ അന്വേഷിക്കുമ്പോൾ വില്ലനെ കണ്ടതായിട്ട് ഒരാൾ പറയുകയാണ്. അയാളുടെ ഫോട്ടോ ഒരാളെ കൊണ്ട് വരപ്പിക്കുകയാണ്, ഡ്രോയിങ് ചെയ്യുന്ന ഒരാളെ കൊണ്ട്. അയാൾ വരച്ചു നോക്കുമ്പോൾ ഹീറോയുടെ ഫോട്ടോയായിരുന്നു അത്. അത് കണ്ടിട്ട് അവിടെയുള്ള DGPയും SIയും എല്ലാം പറയുകയാണ് ഈ കൊലപാതകം ചെയ്തു കഴിഞ്ഞത് നീ തന്നെയാണെന്ന്. നിനക്ക് നിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം നിൻ്റെ ഓർമ്മകളെല്ലാം പോയി, നിൻ്റെ മാനസിക പ്രശ്നം കൊണ്ടാണ് നീ ഓരോരുത്തരെ കൊല്ലുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേക്കിന് ഹീറോ പറയുകയാണ് ഞാനല്ല കൊന്നത്, മറ്റൊരുത്തനാണ് കൊന്നതെന്ന്. അവരാരും വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ കേസ് തെളിയിക്കാൻ എന്നെക്കൊണ്ട് കഴിയും. ഈ കേസിന് വേണ്ടി ഇപ്പോൾ കോടതിയിൽ പോകണമെങ്കിൽ തന്നെ 3 ദിവസം വ്യവധിയാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കൊരു 2 ദിവസമെങ്കിലും തരുവാണെങ്കിൽ അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറയുകയാണ്. ഒരു ചാൻസും കൂടെ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. കോൺസ്റ്റബിൾ പറയുകയാണ് സാറിനെ പൂട്ടാൻ വേണ്ടി ആ കൊലപാതകി ചെയ്താണ്, അത് ഞങ്ങൾക്കറിയാമെന്ന് പറയുകയാണ്. ഹീറോ കോൺസ്റ്റബിളിനോട് പറയുകയാണ് ആദ്യം കൊല്ലപ്പെട്ടത് മാനസ എന്ന് പറയുന്ന ഒരാളാണ്, അവളുടെ അമ്മ 2ാമത് കല്യാണം കഴിച്ചിരിക്കും, ഇനി അവനാണോ ചെയ്തതെന്ന ഒരു സംശയം കോൺസ്റ്റബിൾ പറയാണ്. ഇത് കേൾക്കുമ്പോഴാണ് ഹീറോയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് അവനെ അറിയാം, നീ പറഞ്ഞത് ശരിയായിരിക്കും. കോൺസ്റ്റബിൾ ചോദിക്കണം അതാരാണ് സാറേ. അപ്പോൾ ഹീറോ പറയുകയാണ് 5 വർഷത്തിന് മുമ്പ് ചുക്കി അവൻ ദത്തെടുത്തില്ലേ, അന്നാണെങ്കിൽ പോലീസുകാർ വന്നിട്ട് ഒരു നോട്ടീസ് കൊണ്ട് ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ആ നോട്ടീസ് തന്നത് ഹീറോയുടെ അച്ഛനായിരുന്നു. ആ നോട്ടീസുമായി ഹീറോയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ കുട്ടിയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കുട്ടിയെ നോക്കണമെന്ന് മാത്രമേ ആ അമ്മ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഇവളെ ഞാൻ ദത്തെടുത്തത്, എന്തിനാണ് അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഹീറോയുടെ അച്ഛൻ IG ആണെങ്കിൽ പറയുകയാണ് അവൾ ഒരു ആക്സിഡന്റിൽ മരിച്ചതല്ല, അവളെ ഒരാൾ കൊലപാതകം ചെയ്തതാണെന്ന് പറയുന്നു. അതാരാണ്? ശിവാജിയും അച്ഛനും ചെറിയൊരു പിണക്കമുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ പറയുകയാണ് അതാരാന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഞാൻ അന്വേഷിക്കേണ്ട കേസാണ്, നീ ഇവിടുന്ന് പോകുവാനായി പറയാണ്. എൻ്റെ മോളുമായിട്ടുള്ള പ്രശ്നമാണ്, അവളെ എനിക്ക് വേണം, അവളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയണമെന്ന്. നിനക്കറിയണമോ? അവളുടെ സ്വന്തം ഭർത്താവാണ് അവളെ കൊന്നത്, അവളുടെ ഭർത്താവ് ഒരു സൈക്കോയായിരുന്നു, അവനൊരു പ്രൊഫസറായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അവൻ ക്രൈം സിനിമയൊക്കെ കാണുമായിരുന്നു, അവൻ്റെ അമ്മ അതിനൊക്കെ വിലക്കുമായിരുന്നു. അവനൊരു സൈക്കോ ആയതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയെ തന്നെ അവൻ ആദ്യം തന്നെ കൊന്നു. ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ ആ സൈക്കോ രുദ്രനെ അവൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചു. അവനെ അന്ന് അടിച്ച് അവനെ മാരക സൈക്കോ ആയി അവൻ മാറുകയായിരുന്നു. അവനോട് പറയാണ് നിൻ്റെ ഭാര്യയും നിൻ്റെ അമ്മയും കൊന്നത് നീ തന്നെയാണെന്ന് നീ പറ, അങ്ങനെയാണെങ്കിൽ നീ ഒരു മാനസിക രോഗിയാണെന്ന് പറ, 30 വർഷത്തെ ജയിൽ ശിക്ഷ 4-5 വർഷം കൊണ്ട് തന്നെ കുറച്ച് തരാമെന്ന് പറയുന്നു. നീ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ മോളെ ഞങ്ങൾ തരാമെന്ന് പറയാണ്. ഉടനെ അവൻ പറയാണ് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരുമോ, ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുന്നു. അതിനുശേഷം
അതിനുശേഷം അവനാണെങ്കിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറയാണ്. അവർ ക്യാമറയിലും റെക്കോർഡ് ചെയ്യുന്നു. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഹീറോയുടെ അച്ഛനാണെങ്കിൽ അവനെ അടിച്ച് ശരിയാക്കുകയാണ്. എന്നിട്ട് നിന്നെ ജയിലിൽ തന്നെ ഇടുമെന്ന് പറയുകയും ചെയ്യുന്നു. ഹീറോയ്ക്ക് ദത്തായിട്ട് അവൻ്റെ കുട്ടിയെ കൊടുക്കുന്നത് അവൻ കാണുകയാണ്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഇവരെന്നെ ചതിച്ചു എന്ന് ഓർത്ത് അവൻ ദേഷ്യത്തോടെ അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു പോകുകയാണ്. ഹീറോ പറയാണ് ഇതിനെല്ലാം പിന്നിൽ ഇവനാണ്, ഇവനെ എങ്ങനെയും കണ്ടെത്തണം. ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ആ സൈക്കോയാണെങ്കിൽ ഇന്നത് വേറെ ആരെയുമല്ല, അവനെ അന്ന് അടിച്ച എസ്ഐയുടെ മോളെയും വക്കീലിൻ്റെയും അവിടെ നിന്ന പോലീസുകാരൻ്റെയും മക്കളെയാണ് ഇവൻ കൊന്നതെന്ന് അവന് മനസ്സിലാകുന്നു. ഈ കൊലപ്പെടുത്തിയവരുടെ അച്ഛനോടാണ് ഇവന് പ്രതികാരം. അങ്ങനെയാണെങ്കിൽ അവൻ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഐജിയുടെ മോനെയായിരിക്കും. അതാരായിരുന്നു? നമ്മുടെ ഹീറോയാണ്. ഇനിയും കൊല്ലാൻ പോകുന്നത് എന്നെയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാക്കുകയാണ്. ഹീറോയ്ക്കൊരു കോള് വരികയാണ്. അത് രുദ്രനായിരുന്നു. അവൻ പറയാണ് എൻ്റെ മോളെ നീ എൻ്റെ അടുത്ത് കൊണ്ടുതരണം, നിൻ്റെ അച്ഛൻ ഇപ്പോൾ എൻ്റെ കൂടെയാണ്, ഞാൻ അവനെ കൊല്ലുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പേടിക്കുകയാണ്. കോൺസ്റ്റബിൾ ചോദിക്കുന്നു എന്ത് പറ്റിയെന്ന്. എൻ്റെ അച്ഛൻ ഇപ്പോൾ ആ സൈക്കോയുടെ കയ്യിലാണ്, അവനെ എങ്ങനെയും പിടിക്കണം, എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്ന് പറയുന്നു. ഹീറോ ചുക്കിയും കൊണ്ട് വില്ലൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വില്ലൻ പറയാണ് എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് വാ വാ എന്ന് പറയാണ്. അപ്പോൾ ചുക്കി പറയാണ് എനിക്ക് നിന്നെപ്പറ്റി നന്നായിട്ട് അറിയാം, എന്നോട് മുത്തശ്ശൻ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് തന്നെ. ഹീറോയുടെ അച്ഛൻ നേരത്തെ തന്നെ ചുക്കിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോയുടെ അച്ഛനെ കാണുവാണ്. ഹീറോയുടെ അച്ഛൻ പറയാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആ കൊച്ചിനോട് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ അമ്മ ഏതാ എൻ്റെ അച്ഛൻ ഏതാ എന്ന് ചോദിക്കല്ലേ, അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ വില്ലൻ പറയാണ് എനിക്ക് എൻ്റെ മോളെ വേണം, നിൻ്റെ അച്ഛനെയും കൊണ്ട് നീ പൊക്കോളുവാൻ പറയാണ്. എന്നാലോ വില്ലൻ അടുത്തേക്ക് വരുമ്പോൾ അച്ഛനെ കൊല്ലുവാനായി ശ്രമിക്കുന്നു. ഹീറോയാണെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കുവാനായി വരികയാണ്. അപ്പം വില്ലൻ ആ തോക്ക് താഴേക്ക് വെക്കാൻ പറയുന്നു. താഴേക്ക് വെക്കുന്നു. ഉടനെ തന്നെ വില്ലനാണെങ്കിൽ ഹീറോയുടെ അച്ഛനെ കൊല്ലുവാനായി ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് വേറൊരു തോക്ക് എടുത്തുകൊണ്ട് ഹീറോ വില്ലനെ വെടിവെക്കുകയാണ്. ആ തോക്ക് എവിടെ നിന്ന് വന്നെന്ന് വെച്ചാൽ ചുക്കിയുടെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ തോക്ക്. ഹീറോയുടെ അച്ഛൻ ഓടി വരികയാണ്. ഇത്രയും നാളും ഹീറോയായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് സന്തോഷമായി, അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്ത് വില്ലൻ വന്നിട്ട് ഹീറോയുടെ അച്ഛനെ വെടിവെക്കുകയാണ്. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് സങ്കടമാവുന്നു. ഹീറോ പെട്ടെന്ന് തന്നെ ആ വില്ലനെയും വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ഹീറോയുടെ അച്ഛന് മരിച്ചുപോയി. ഇത് കാണുമ്പോൾ ചുക്കിക്ക് സങ്കടമാകുന്നു. ഇനി കഥ പറഞ്ഞു തരാൻ ആരും എനിക്കില്ലല്ലോ എന്നൊക്കെ ചുക്കി പറയുകയാണ്. ചുക്കിയെയും കൊണ്ട് ഹീറോ പോകുകയാണ്. അതിനുശേഷം അന്ന് കാണിക്കാതിരുന്ന ആ ഡയറി ചുക്കിക്ക് കൊടുക്കുകയാണ്. ഈ ഡയറി നീ നോക്കിക്കൊള്ളാൻ പറയുന്നു. ചുക്കി ആ ഡയറി നോക്കുമ്പോൾ ചുക്കിയുടെ അമ്മയുടെ ഫോട്ടോയായിരുന്നു. ഇതാണ് നിൻ്റെ അമ്മ, ഇവരാണ് എനിക്ക് നിന്നെ തന്നത് എന്ന് പറയുന്നു. ഹീറോയുടെ അച്ഛൻ്റെ ചിതാഭസ്മം കടലിൽ കൊണ്ട് ഒഴുക്കുകയാണ്. അപ്പോൾ ചുക്കി ചോദിക്കുകയാണ് എന്നെ വിട്ട് അച്ഛൻ പോകുമോ എന്ന്. അപ്പോൾ ഹീറോ പറയുന്നു നിന്നെ വിട്ട് പോകില്ല, ഞാൻ 100 വർഷം വരെ നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കും, നിന്നെ വിട്ട് പോകില്ല എന്ന് പറയുന്നു. അതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ പുതിയ പുതിയ കഥകൾ കേൾക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട.